പ്രബോധന രംഗത്ത് പുത്തനുണർവുമായി ലൗദി ഖുർആൻ മാസ്റ്റേഴ്സ് ക്ലബ്ബ് അവതരിപ്പിക്കുന്നു രാത്രി സന്ദേശം. എന്നും രാത്രി 9 മണിക്ക് യൂട്യൂബിലൂടെ പ്രസംഗ പരിശീലന കളരിയിലെ പഠിതാക്കൾ നിങ്ങൾക്കായി ഒരുക്കുന്നു. കേൾക്കുക, പ്രബുദ്ധരാവുക, മറ്റുള്ളവരിലേക്ക് എത്തിക്കുക. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. ഇന്നൽ ഹംദുലില്ലാഹി വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹി വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്, തഖുല്ലാഹ ഇബാദല്ലാഹ്. പ്രിയ എൻ്റെ ശബ്ദം ശ്രവിക്കുന്ന മനശ്രോതാക്കളെ, ഇസ്തിഗ്ഫാറിന്റെ മഹത്വം എന്ന വിഷയത്തെ ആസ്പദമാക്കി ഏതാനും ചില കാര്യങ്ങൾ ഞാൻ നിങ്ങളുടെ മുമ്പാകെ സമർപ്പിക്കുകയാണ്. ഇൻഷാ അല്ലാഹ് അല്ലാഹു തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ ഭൂമുഖത്തേക്ക് ഇറക്കിയതിൽ വെച്ച് ഏറ്റവും ശക്തിയേറിയ വചനമത്രേ അസ്തഗ്ഫിറുല്ലാഹ്. അള്ളാഹു അവന്റെ പരിശുദ്ധ ഖുർആനിലൂടെ നമ്മെ ഇങ്ങനെ ഉത്ബോധിപ്പിക്കുന്നു. സൂറത്ത് നൂഹ് 10, 11, 12 വചനങ്ങളിലൂടെ ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം ഫഖുൽതു അസ്തഗ്ഫിറൂ റബ്ബക്കും ഇന്നഹു കാന ഗഫാറ യുർസിലിസ് സമാഅ അലൈക്കും മിദ്റാറ വയംദിദുക്കും ബിഅംവാലിൻ വബനീന വയജ്അൽ ലക്കും ജന്നാത്തിൻ വയജ്അൽ ലക്കും അൻഹാറ. നിങ്ങൾ എന്നോട് പാപമോചനം തേടിക്കൊള്ളൂ, നിങ്ങൾക്ക് ഞാൻ പുറത്തു തരാം. എന്തുകൊണ്ടെന്നാൽ ഞാൻ അങ്ങേയറ്റം പൊറുക്കുന്നവനാണ്. അതിലൂടെ നിങ്ങൾക്ക് അള്ളാഹു ആകാശത്തിൽ നിന്ന് സമ്പൽ സമൃദ്ധിയായി മഴ വർഷിപ്പിച്ചു തരും. അതിലൂടെ നിങ്ങൾക്ക് സമ്പത്തുക്കളും സന്താനങ്ങളും അള്ളാഹു പ്രദാനം ചെയ്യും. അരുവികൾ ഒഴുകുന്ന തോട്ടങ്ങളും അള്ളാഹു പ്രദാനം ചെയ്യുമെന്ന് ഈ വചനത്തിലൂടെ നമ്മെ ഉത്ബോധിപ്പിക്കുന്നു. സുബ്ഹാനല്ലാഹ്. അള്ളാഹുവിനോട് പാപമോചനം തേടുന്നതിലൂടെ ഇഹത്തിലും പരത്തിലും ഒരുപോലെ നന്മ ലഭിക്കുമെന്ന് ഈ ആയത്തിലൂടെ നമ്മെ ഉത്ബോധിപ്പിക്കുന്നു. അതിന് ചരിത്ര രേഖകൾ ധാരാളം തെളിവുകൾ നമുക്ക് കാണാം. മഹാനായ ഇമാം അബൂ ഹനീഫ റഹ്മത്തുള്ളാഹി അലൈഹി പഠനാർത്ഥം യാത്ര ചെയ്തൊരു പള്ളിയിലെത്തുകയുണ്ടായി. അദ്ദേഹം നമസ്കാര ശേഷം അവിടെ വിശ്രമിക്കാൻ ഇരുന്നപ്പോൾ പള്ളി പരിപാലകൻ വന്ന് അദ്ദേഹത്തെ അവിടെ നിന്ന് പുറപ്പെടാൻ ആവശ്യപ്പെട്ടു. അദ്ദേഹം പറഞ്ഞു, ഞാൻ യാത്രക്കാരനാണ്, എനിക്കിവിടെ വിശ്രമിക്കണം. അദ്ദേഹം അനുവദിക്കാതെ അദ്ദേഹത്തെ വിളിച്ച് അവിടെ നിന്ന് പുറത്താക്കി. ആ രംഗം കണ്ടുകൊണ്ട് ഒരു റൊട്ടി കച്ചവടക്കാരൻ അവിടേക്ക് വന്നു. അദ്ദേഹം ആ ഇമാം അബൂ ഹനീഫയോട് പറഞ്ഞു, താങ്കൾ എന്നോട് വരൂ, എൻ്റെ കൂടെ വരൂ, ഞാൻ താങ്കൾക്ക് അഭയം നൽകാം, ഞാൻ ഭക്ഷണം നൽകാം. അങ്ങനെ അദ്ദേഹത്തെ വീട്ടിൽ കൊണ്ടുപോയി. അവിടെ അദ്ദേഹം എല്ലാ സൗകര്യങ്ങളും ചെയ്തു കൊടുത്തു. തുടർന്ന് അദ്ദേഹത്തിന്റെ ജോലി ചെയ്യുന്നതിനിടയ്ക്ക് അസ്തഗ്ഫിറുല്ലാഹ് 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 എന്ന് എപ്പോഴും ഇങ്ങനെ ഉച്ചരിച്ചു കൊണ്ടിരിക്കുന്നത് കേട്ടപ്പോൾ ഇമാം അബൂ ഹനീഫ അദ്ദേഹത്തോട് പറഞ്ഞു, താങ്കൾ എത്രയൊക്കെ വലിയ തെറ്റ് ചെയ്തിട്ടുണ്ട്, എന്താണ് എപ്പോഴും ഇങ്ങനെ അസ്തഗ്ഫിറുല്ലാഹ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്? അപ്പോൾ പറഞ്ഞു, സഹോദര, ഞാൻ എൻ്റെ ജീവിതത്തിൽ എന്തെല്ലാം ആഗ്രഹിച്ചു അതെല്ലാം അള്ളാഹു ഇസ്തിഗ്ഫാറിലൂടെ എനിക്ക് അള്ളാഹു സാധിപ്പിച്ചു തന്നു. ഒരു കാര്യം വഹിച്ച് ലോകത്തിലെ ഏറ്റവും വലിയ പണ്ഡിതന്മാരിൽ ഒരാളായ ഇമാം അബൂ ഹനീഫ ആയിരക്കണക്കിന് ഗ്രന്ഥങ്ങൾ എഴുതിയ അബൂ ഹനീഫയെ ഒന്ന് കാണാനുള്ള ആഗ്രഹം, അത് മാത്രമേ എനിക്ക് സാധിച്ചില്ല. അത് കേട്ടപ്പോൾ അദ്ദേഹം ചാടി വന്ന് അദ്ദേഹത്തെ കെട്ടിപ്പിടിച്ചുകൊണ്ട് പറഞ്ഞു, അള്ളാഹു താങ്കളുടെ ആഗ്രഹം സാധിപ്പിച്ചിരിക്കുന്നു, ഞാൻ തന്നെയാണ് ഇമാം അബൂ ഹനീഫ. അദ്ദേഹം പൊട്ടിക്കരഞ്ഞുപോയി. സുബ്ഹാനല്ലാഹ്. അതുകൊണ്ട് ഏത് സമയം ഇസ്തിഗ്ഫാർ വർദ്ധിപ്പിച്ചുകൊണ്ട് ഇഹത്തിലും പരത്തിലും ഒരുപോലെ നന്മ ലഭിക്കുന്നവരുടെ കൂട്ടത്തിൽ അള്ളാഹു നമ്മെ ഇവരെയും ഉൾപ്പെടുത്താൻ അനുഗ്രഹിക്കുമാറാകട്ടെ. ആമീൻ.